നമ്മൾ ഇന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ് അക്കോമഡേഷനിലാണ്. മെന്റൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡോമെട്രിയിലാണ് നമ്മളുള്ളത്. ബ്ലോക്ക് നമ്പർ സിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ പൊതുവേ നമ്മളടുത്ത് കുട്ടികൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ചെക്ക് റിപ്പബ്ലിക്കിലത്തെ അക്കോമഡേഷൻ, എത്ര ചാർജസ് വരും, അത് കംഫർട്ടബിൾ ആണോ, എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ പെൺകുട്ടികളെ പാരൻസിന് കുറച്ച് കൺസേൺ ഉണ്ടാവാറുണ്ട്. ലൈക്ക് എങ്ങനെയായിരിക്കും അവിടുത്തെ അക്കോമഡേഷൻ, സേഫ് ആണോ അല്ലെങ്കിൽ മിക്സഡ് ആയിരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു കൺസേൺ അവർക്ക് പൊതുവേ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടി അതിനൊക്കെ കുറച്ച് മറുപടികളാണ് ആസിഫിൻ്റെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ആസിഫ് താമസിക്കുന്ന ഡോമെട്രിനെ പറ്റിയിട്ട് ഒന്ന് പറയോ? ആസിഫ് പഠിക്കുന്നിടത്തായിട്ട് എത്ര ദൂരമുണ്ട്, എത്ര പൈസ ഇതിന് മാസത്തിൽ വരുന്നുണ്ട്, എന്തൊക്കെ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഒന്ന് പറയോ? നമ്മളിപ്പോൾ ഉള്ളത് മെന്റൽ യൂണിവേഴ്സിറ്റിന്റെ മെയിൻ ഡോർമെട്രിയിലാണ്. JAK കോളേജ് അക്കാഡമി എന്ന് പറയുന്ന മെയിൻ ഡോർമെട്രി കോംപ്ലക്സിനകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൽ തന്നെ എൻ്റെ റൂം വരുന്നത് ബ്ലോക്ക് സിയിലാണ്. നമുക്ക് ഇവിടെ പെർ നൈറ്റ് ഒരാൾക്ക് 120 kc ആണ് വരുന്നത്. മന്ത്ലി ഒരാൾക്ക് ഒരു 3600 kc വരും. നാട്ടിലൊരു 13,000 രൂപയ്ക്ക് അടുത്ത് ഒരാൾക്ക് റെന്റ് വരും. ഇതിൽ തന്നെ നമുക്ക് വേറെ ബ്ലോക്കുകളിൽ സിംഗിൾ സെൽ റൂമായിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, പെൺകുട്ടികളുടെ പാരന്റ്സ് അവർക്ക് അങ്ങനത്തെ കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ സിംഗിൾ റൂം ആയിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട്. അതായത് പ്രൈവറ്റ് റൂംസ് ഉണ്ട്, പ്രൈവറ്റ് കിച്ചൺ, പ്രൈവറ്റ് ടോയ്ലറ്റ്, അങ്ങനത്തെ രീതിയിലൊക്കെ അങ്ങനത്തെ കൺസേൺ ഉള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പിന്നെ അല്ലാതെ ഇവരും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒപ്പം വേറെ പെൺകുട്ടീനെ ആക്കി തരാം, അങ്ങനത്തെ ഷെയറിംഗ് റൂമിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ്. ഇപ്പൊ ഒരു ഷെയറിംഗ് റൂമിലാണെങ്കിൽ ഒരിക്കലും ഇപ്പൊ ഒരു ബോയ് ഒരു ഗേൾ ആയിട്ട് വരില്ല. അല്ലെങ്കിൽ രണ്ടും ബോയ്സ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും ഗേൾസ് ആയിരിക്കും. ചില കേസിൽ ഇപ്പോ ഇപ്പോ കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനത്തെ കേസിലൊക്കെ മാത്രം അവര് ഒരു റൂമിലേക്ക് കൊടുക്കുള്ളൂ. നമ്മളെ കൺസെന്റ് എടുത്തിട്ട് ആ റൂംമേറ്റിനെ അവര് ഫിക്സ് ചെയ്യുള്ളൂ. ഇപ്പൊ ആസിഫ് പറഞ്ഞ 13,000 എന്നൊക്കെ പറയുമ്പോ ഭയങ്കര അഫോർഡബിൾ ആണ് അല്ലെ? വളരെ അഫോർഡബിൾ ആണ് ഇവിടെ തോന്നുന്നത്. എനിക്ക് വേറെ ഇവിടെ അടുത്തുള്ള യൂണിവേഴ്സിറ്റിയിലും ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ ഡോമിലൊക്കെ വെച്ച് നോക്കുമ്പോ അറൗണ്ട് നമുക്കൊരു നാട്ടിലൊരു 10,000 9,000 രൂപ കുറവാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, മെന്റലുണ്ട് അവിടെ. എന്നാലും അത് നോക്കുകയാണെങ്കിൽ ഇപ്പോ യൂറോപ്പിന്റെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചെക്കിൽ താരതമ്യേന ലിവിങ് എക്സ്പെൻസ് വളരെ കുറവാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രൈവറ്റ് ആയാലും അഫോർഡബിൾ തന്നെയാണ് അല്ലെ? കുറച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, ഇതിലിപ്പോ നിങ്ങൾ രണ്ടുപേരാണ് താമസിക്കുന്നത്, 2 2 ബെഡ് ഷെയറിംഗ് ആണ് നമുക്കുള്ളത്. പിന്നെ നമ്മൾ ഇതിന്റെ ഫെസിലിറ്റീസ് ഇപ്പോ സാധാരണ ഇപ്പൊ സ്റ്റുഡന്റ് അക്കോമഡേഷനിലൊക്കെ നമ്മൾ കാണാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റ്സുകള്, പിന്നെ അതേപോലെ തന്നെ കിച്ചൺ, ജിമ്മ്, പിന്നെ സ്റ്റഡി റൂംസ്, അങ്ങനത്തെ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടോ? ഉണ്ട്, നമുക്ക് ഇവിടെ എല്ലാ ഫ്ലോറിലും വലിയൊരു ഷെയർഡ് കിച്ചൺ ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഹൈജീൻ ഫെസിലിറ്റി ഉണ്ട്. ഡെയിലി രാവിലെ ആള് വന്ന് ക്ലീൻ ചെയ്തിട്ട് പോകും. അത് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന സ്പേസ് മാത്രം നമ്മൾ ക്ലീൻ ചെയ്താൽ മതി. പിന്നെ ഇപ്പോ എന്തെങ്കിലും മെയിൻ്റെനൻസ്, ഇപ്പൊ ലൈറ്റ് വർക്ക് ആവാതിരിക്കുക, അല്ലെങ്കിൽ ടാപ്പ് പൊട്ടുക, നമ്മളെ പ്രൈവറ്റ് ഭാഗത്ത്, അപ്പൊ അതിന്റെ ഒക്കെ മെയിൻ്റെനൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ റിസപ്ഷനിൽ ഒരു ഡിഫക്റ്റ് ബുക്ക് ഉണ്ട്. നമ്മൾ റൂം നമ്പറും എന്താണ് ഡിഫക്റ്റ് എന്നുള്ളത് എഴുതി വെച്ച് കഴിഞ്ഞാൽ 24 hours വന്ന് ശരിയാക്കിയിട്ട് പോകും. അതിന് നമ്മൾ വല്ല പൈസ കൊടുക്കാൻ? അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ഈ അടുത്ത് ഈ ബ്ലൈൻഡ്സിൽ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഞാൻ താഴെ ചെന്ന് എഴുതിയിട്ട് അവര് ഈവനിങ് വന്ന് ഡോറിൽ നോക്കിയത്, അവര് വന്നിട്ട് നോക്കിയിട്ട് അത് ശരിയാക്കി തന്നു പോയി. വേറെ ചാർജസ് ഒന്നും. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ നാട്ടിലത്തെ 13,000 രൂപ എന്ന് പറഞ്ഞത് എല്ലാം ഇൻക്ലൂസീവ് ആണ്. ഇപ്പൊ നമ്മൾക്കിപ്പോ റൂം ഹീറ്റർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, വാട്ടർ ചാർജസ് വേറെ ഇതിന്റെ പുറത്ത് നമുക്ക് വേറൊരു ചാർജും ഇല്ല, എല്ലാം ഇൻക്ലൂസീവ് ആണ്. ഇപ്പൊ സാധാരണ കുട്ടികൾക്ക് ഒരു കൺസേൺ ഉണ്ടാവാറുണ്ട്. ലൈക്ക് ഇപ്പോ അവിടുന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് അക്കോമഡേഷൻ ഒരു ഓൺ ബോർഡിങ് പ്രോസസ് ഉണ്ടല്ലോ. ഇപ്പൊ വന്ന് റൂമൊക്കെ കിട്ടാൻ സമയം എടുക്കോ, അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ, അന്ന് തന്നെ അക്കോമഡേഷൻ കിട്ടുമോ, അങ്ങനത്തെ ഒക്കെ പല പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവും. പൊതുവെ വരുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു കൺസേൺ ആണ്. അപ്പൊ അതിനൊക്കെ പറ്റിയിട്ട് ആസിഫിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണെന്നുള്ളത്? ആ കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. കാരണം നമ്മൾ ഓൾറെഡി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡോർമെട്രിയിൽ അത് അറിയിക്കുന്നുണ്ടാവും. അപ്പൊ അവരതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ റൂം നമുക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാൻഡ് ചെയ്യുന്നതിന് ഒരു 2 ദിവസം മുമ്പ് തന്നെ ആ റൂം അവിടെ നമുക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ടാവും. പ്രത്യേക കേസില്ല, ഞാൻ 4-ാം തീയതി ലാൻഡ് ചെയ്തത്, പക്ഷെ 2-ാം തീയതി മുതൽ എനിക്ക് ഇവിടെ റൂം റിസർവ്ഡ് ആണ്. അതുപോലെ തന്നെ നമുക്കിപ്പോ പ്രാഗിൽ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ടാണെങ്കിലും ബെർണോലി റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും
അഹോയുടെ ഭാഗത്ത് നിന്ന് പിക്കപ്പ് ഉണ്ടായിരുന്നു. ഉം. അഹോയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ട് അവരാണ് നമ്മളെ പിക്ക് ചെയ്ത് ഡോർമെട്രിയിൽ കൊണ്ടുവന്നത്, നമ്മളെ ചെക്ക് ഇൻ ചെയ്തത്. ഇതിന് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സിം കാർഡ് എടുത്ത് തരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തതൊക്കെ അവരാണ്. നമ്മളെ ടീം അപ്പൊ നന്നായിട്ട് ഇവിടെ എറണാകുളത്തെ ടീമും എല്ലാവരും നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല സത്യത്തിൽ. നമ്മൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി അവരെ മീറ്റ് ചെയ്ത് അവരെ നേരെ നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത് അവർ തന്നെയാണ് റിസപ്ഷനിൽ വന്നത്, നമ്മൾ ചെക്ക് ഇൻ ചെയ്തതൊക്കെ അവരാണ്. എല്ലാം വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല അല്ലെ? അങ്ങനെ പിന്നെ ഇപ്പൊ നമ്മൾ ഇത്രയും കാലമായല്ലോ നമ്മളിവിടെ താമസിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇപ്പോ മറ്റുള്ള പല രാജ്യക്കാരും ഇവിടെ ഉണ്ടല്ലോ, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മൾ കോമൺ ഏരിയാസ് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ നമുക്ക്? ഇല്ല, അങ്ങനെയില്ല. എല്ലാവരും പൊളൈറ്റാണ്. കാരണം ഇപ്പൊ പുറത്തുനിന്നുള്ള രാജ്യം അവര് വേറൊരു നാട്ടിലാണ് വന്ന് നിൽക്കുന്നുള്ളൊരു ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പൊ എല്ലാവരും റെസ്പെക്ടോടുകൂടിയാണ് പെരുമാറുന്നത്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഒരു മ്യൂച്വൽ റെസ്പെക്ട് അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാവർക്കും ഉണ്ട് അല്ലെ? ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മള് കുക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോ ലൈക്ക് ഇപ്പൊ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ എന്തൊക്കെ കൊണ്ടുവരണം, അല്ലെങ്കിൽ പാത്രങ്ങൾ ഇവിടെ ഉണ്ടാവും, അങ്ങനെയൊക്കെ പലർക്കുള്ള ഡൗട്ട്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിനെപ്പറ്റിയും പിള്ളേരുടെ അടുത്ത് പറയുന്നത് നല്ലതായിരിക്കും. ബേസിക് സാധനങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള കുറച്ച് പോട്ട് കാര്യങ്ങള്, ബേസിക് സാധനങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവരാം, സ്പൈസസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ. അത് ഇവന്തോ ഇവിടെ കിട്ടുമെങ്കിലും നമ്മൾ അത്രക്ക് ഒതന്റിക് ആയിരിക്കുന്നില്ല. പിന്നെ അതേപോലെ വിലയിലും കുറച്ച് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു ആദ്യത്തെ ഒരു 3-4 months നിങ്ങൾക്ക് ആ എക്സ്പെൻസ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോ ചില കുട്ടികൾ നമ്മളടുത്ത് ചോദിക്കാറുണ്ട്, ഇപ്പോ അവർക്ക് സ്റ്റുഡന്റ് അക്കോമഡേഷനിൽ കുറച്ചു കാലം നിന്നിട്ട് പുറത്ത് വേറെ അക്കോമഡേഷനിലേക്ക് അവർക്ക് മാറാൻ പറ്റുമെന്നുള്ളത്. അപ്പോ നമ്മളിവിടെ ഒബ്വിയസ്ലി ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടാണല്ലോ വരുന്നത്. അപ്പോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ? ആ കോൺട്രാക്റ്റിൽ നമുക്ക് മാറാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പുറത്തേക്ക് മാറണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക്? ഇല്ല, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് വേറെ അപ്പാർട്ട്മെന്റ് എടുത്ത് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2 weeks പ്രയർ ആയിട്ട് റിസപ്ഷനിൽ ചെന്ന് നേരിട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെയിൽ അയക്കാം. 2 ആഴ്ച മുന്നേ അറിയിച്ചാൽ മതി. അപ്പൊ പിന്നെ അതിനനുസരിച്ചിട്ടുള്ള റെന്റ് നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ അവരതനുസരിച്ചിട്ട് നമ്മുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് തരും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് വേറൊരു നമ്മളൊരു 3-4 ഫ്രണ്ട്സ് ആയിട്ട് ചേർന്നിട്ട് നമുക്ക് അപ്പാർട്ട്മെന്റ് എടുക്കാം, റെന്റ് ഷെയർ ചെയ്തിട്ട് നമുക്ക് അപ്പാർട്ട്മെന്റ് എടുക്കാം. അതിന് ബുദ്ധിമുട്ടൊന്നും അറിയുന്ന കുറച്ച് പിള്ളേരുണ്ട് പുറത്ത് അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്ത് താമസിക്കുന്നത്. നമ്മളിപ്പോ റെന്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്? പ്രീപെയ്ഡ് ആണോ അല്ലെങ്കിൽ പോസ്റ്റ് പെയ്ഡ് ആണോ? അതായത് ആദ്യമേ അടയ്ക്കണോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് അടച്ചാൽ മതി? എങ്ങനെയാണ് നിലവില് ഈ ഡോമിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു 20-ാം തീയതിക്കുള്ളിൽ ആ മാസത്തെ റെന്റ് അടച്ചാൽ മതി. ഓക്കെ. അതായത് പോസ്റ്റ് പെയ്ഡ് ആണ് വരുന്നത്. അത് അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഫെസിലിറ്റി? ക്യാഷ് ആയിട്ടാണോ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യൻസ് പല സ്റ്റുഡൻസ് ഇപ്പൊ അറിയാലോ, വന്ന പാടെ തന്നെ പാർട്ട് ടൈം ജോലി ആവണമെന്നില്ല, കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോ ആ ടൈമിൽ അവർക്ക് ഫോറക്സ് കാർഡ് ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ക്യാഷ് തന്നെ അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, ചെക്ക് കറൻസി മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, എങ്ങനെയാണ് അത്? ഇല്ല, നിങ്ങൾക്ക് കാർഡ് ഉപയോഗിക്കാം, ക്യാഷ് ഉപയോഗിക്കാം. ഇപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് റെന്റ് പേ ചെയ്തത് നാട്ടിലെ കാർഡ് വെച്ചിട്ടാണ്. വേറെ പ്രശ്നങ്ങളൊന്നും പ്രശ്നമില്ല. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്നാ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് കണ്ടാലോ? അതായത് ആസ്ഫിന്റെ റൂമും പിന്നെ ഇവിടുത്തെ കോമൺ കിച്ചണും ബാത്റൂമും അങ്ങനത്തെ കുറച്ച് ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ വർക്ക്ഔട്ട് ഏരിയയും അതൊക്കെ ഒന്ന് കണ്ടാലോ? ഓക്കെ. ഇപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് ഒരു 2 ഷെയറിംഗ് ബെഡ്റൂമാണ്. ഇതാണ് എൻ്റെ ബെഡ്, ഇതെൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്യുന്ന ബെഡാണ്. അപ്പൊ നമുക്ക് ഈ റൂമിൽ ഫെസിലിറ്റീസ് വരുന്നത്, അതായത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരാൾക്ക് ഒരു ബെഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ ബെഡിൻ്റെ അടിയിൽ ഒരു സ്റ്റോറേജ് ഉണ്ടാവും, പിന്നെ ഒരു സേഫ് ഉണ്ടാവും, ഒരു സ്റ്റഡി ടേബിൾ, ഒരു ചെയർ, പിന്നെ 2 ഷെൽഫുകൾ. ഒരാൾക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഈ സെയിം തന്നെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ടാവും. 2 പേർക്കും യൂസ് ചെയ്യാൻ പറ്റിയ, ഈ സൈഡിലെ ആൾക്ക് വരുന്ന സെയിം ഫെസിലിറ്റി തന്നെ ഈ സൈഡിലും ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ 2 ഷെൽഫ്, ഒരു സ്റ്റഡി ടേബിൾ, ചെയർ, ഒരു ബെഡ്, ഒരു സേഫ്. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ ഒരു വാഷ് ഏരിയ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാൻ പറ്റിയ ഒരു കബോർഡും വരുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയുള്ള ഡോമിലുള്ള ഷെയർഡ് കിച്ചൺ ഫെസിലിറ്റിയിലാണ്. അപ്പൊ അതിൽ ഒരു 3 റൂമുകൾക്കായിട്ട് ഒരു ഫ്രിഡ്ജ് ഉണ്ടാവും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഓരോ റൂമിനും ഒരു ഷെൽഫ് ഉണ്ടാവും. പിന്നെ ഇത് കോമൺ സ്റ്റൗ ആണ്, ഒരു ഓവൻ ഉണ്ടാവും. ഇത്രയാണ് നമുക്ക്
ഇവിടെ കിച്ചൺ ഫെസിലിറ്റിയിൽ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഹൈജീൻ ഫെസിലിറ്റീസ്. ഇവിടെ നമുക്ക് ഒരു 6 സിങ്ക് ഉണ്ട്, ഒരു വാഷിംഗ് സ്പേസ് പോലെയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ടോയ്ലറ്റ്സ് ഉണ്ട്, അപ്പുറത്തേക്ക് നമുക്ക് ഷവർ റൂമും ഉണ്ട്.